ഇത് ഡോക്ടർ കർസൻഭായ് പട്ടേൽ, നിർമ്മയുടെ ജനയിതാവ്. വാഹനാപകടത്തിൽ മരിച്ചുപോയ തൻ്റെ സ്വന്തം മകളുടെ പേര് പതിറ്റാണ്ടുകളോളം ഈ രാജ്യത്തെ ജനതയെക്കൊണ്ട് ഏറ്റുപാടിച്ച ഒരു പിതാവ്. വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ച ഒരു മനുഷ്യനല്ല കർസൻഭായ് പട്ടേൽ. ഒരു സാധാരണ ഗുജറാത്തി കുടുംബത്തിൽ ജനിച്ച മനുഷ്യൻ. മധ്യവർഗ ഇന്ത്യൻ ജനത അനുഭവിക്കുന്ന എല്ലാ കഷ്ടതകളെയും അതിജീവിച്ച് തന്നെ ആ മനുഷ്യൻ BSc പൂർത്തിയാക്കുന്നു. കെമിസ്ട്രി പഠിച്ച ആ മനുഷ്യൻ തുടർന്ന് ലാബ് ടെക്നീഷ്യനായി ജോലിയിൽ പ്രവേശിച്ചു. ഇതിനിടെ താൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന നിരുപമ എന്ന തൻ്റെ മകൾ വാഹനാപകടത്തിൽ മരിക്കുന്നു. മകളുടെ മരണശേഷമാണ് ഗുജറാത്ത് ഗവൺമെൻറ്റിൻ്റെ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി നോക്കിയിരുന്ന ഡോക്ടർ കർസൻഭായ് പട്ടേൽ സ്വന്തമായി ഒരു ബിസിനസ്സിനെക്കുറിച്ച് ആലോചിക്കുന്നത്. കർസൻഭായിക്ക് രാസവസ്തുക്കളിൽ പരീക്ഷണം വളരെ ഇഷ്ടമായിരുന്നു. ഇന്ത്യയിൽ ഡിറ്റർജൻറ്റുകൾ വിൽക്കുന്നത് ബഹിരാഷ്ട്ര കമ്പനികൾ മാത്രമാണെന്നും രാജ്യത്ത് ഇക്കോണമി ബ്രാൻഡ് ഡിറ്റർജൻറ്റിൻ്റെ കുറവുണ്ടെന്നും അദ്ദേഹം മനസ്സിലാക്കി. ആ ഒരു വലിയ അവസരം തിരിച്ചറിഞ്ഞ് ആ വിടവ് നികത്താൻ തനിക്ക് കഴിയുമോ എന്ന ചിന്തയിലായി കർസൻഭായ്. തുടർന്ന് അദ്ദേഹം രാസവസ്തുക്കൾ പരീക്ഷിക്കാൻ തുടങ്ങി. വളരെ കുറഞ്ഞ വിലയിൽ നല്ല നിലവാരമുള്ള ഡിറ്റർജൻറ്റ് നിർമ്മിക്കുന്നതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന വിലയിൽ സോപ്പുപൊടി നിർമ്മാണമായിരുന്നു കർസൻഭായ് എന്ന കെമിസ്റ്റിൻ്റെ തലയിൽ ഉദിച്ച ആശയം. മകളുടെ പേരായ നിരുപമയിൽ നിന്ന് കണ്ടെത്തിയ നിർമ്മ എന്ന പേരിൽ തന്നെ അദ്ദേഹം തൻ്റെ സംരംഭത്തിന് തുടക്കം കുറിച്ചു. ആദ്യകാലങ്ങളിൽ തൻ്റെ ജോലി സമയം കഴിഞ്ഞുള്ള വൈകുന്നേരങ്ങളിൽ സ്വന്തം സൈക്കിളിൽ കൊണ്ടുനടന്നായിരുന്നു ഈ സോപ്പുപൊടിയുടെ വിൽപ്പന. അത് വിപണിയിൽ വളരെ പെട്ടെന്ന് തന്നെ ഹിറ്റാവുകയും ചെയ്തു.